വിവാഹ സമയത്ത് കഴുത്തിലണിയണ താലി അത് ശിവൻ്റെ പ്രതീകമാണ്. താലി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശിവൻ എന്നാണ് അർത്ഥം. അപ്പോൾ നാസ്തികവാദികൾ വിവാഹം കഴിക്കുന്ന സമയത്ത് ഈ ഹാരം ചാർത്തും, ഈ താലി ധരിക്കും. അതേസമയം ശിവനില്ല എന്ന് പറയുകയും ചെയ്യും. പറയുന്നത് ചെയ്യുവാൻ കഴിയണം. സൂര്യന് ദ്വാദശഭാവമില്ല എന്ന് പറയും. 12 മാസങ്ങളുണ്ടെന്ന് സമ്മതിക്കും. ഗ്രഹങ്ങൾ ഭൂമിയെ സ്വാധീനിക്കുന്നില്ലെന്ന് പറയും. ആഴ്ചകളെക്കുറിച്ച് സംസാരിക്കും. കലണ്ടറിൽ വിശ്വാസം. സംഖ്യാശാസ്ത്രം നവഗ്രഹ സിദ്ധാന്തമാണ്. സംഖ്യാശാസ്ത്രത്തെ വിശ്വാസമാണ്, നവഗ്രഹ ശാസ്ത്രത്തെ വിശ്വാസമല്ല. നാസ്തികവാദികൾ ചെയ്യേണ്ടത് ഈ രാജ്യത്തിൻ്റെ പൈതൃകങ്ങളെ, പിതൃത്വത്തെ കണ്ണുമടച്ച് തകർക്കലല്ല, മരിച്ചുപോയ നമ്മുടെ പൂർവികരെ അവഹേളിക്കലുമല്ല, ആക്ഷേപിക്കലല്ല നമ്മൾ ചെയ്യേണ്ടത്, പരിഹസിക്കലല്ല ചെയ്യേണ്ടത്, പരിഹാരത്തെ നിർദ്ദേശിക്കാനുള്ള പ്രാപ്തിയുള്ളവരാകണം. നമ്മളുടെ മരിച്ചുപോയവരെ പഴിക്കാനും പരിഹസിക്കാനുമല്ല നാസ്തികവാദികൾ ശ്രമിക്കേണ്ടത്. പരിഹാരം നിർദ്ദേശിക്കാനുള്ള ആർജവമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. നമ്മൾ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും അതൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ശിവനില്ല എന്ന് പറയുമ്പോൾ, ദൈവമില്ല എന്ന് പറയുമ്പോൾ, ഭാര്യമാരുടെ കഴുത്തിൽ കിടക്കുന്ന താലി അത് പൊട്ടിച്ചെറിയുക തന്നെ വേണം, എറിയണം. നമ്മളുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മരണശേഷം ഉദകക്രിയയും ആവശ്യമില്ല. ആത്മാവ്, മനസ്സ്, ശരീരം ഇവ ത്രിഗുണവൈഭവമാണെന്ന് വിശ്വസിക്കേണ്ട. ഭാരതീയമായിട്ടുള്ള എന്തിനേയും ആക്ഷേപിക്കുക, ആയുർവേദത്തെ ആക്ഷേപിക്കുക, വേദങ്ങളെ ആക്ഷേപിക്കുക. ഇവിടുത്തെ ഒരുപാട് മതങ്ങളുണ്ട്, ആ മതങ്ങളെ മുഴുവൻ ആക്ഷേപിക്കുക, സാമുദായിക നായകന്മാരെ ആക്ഷേപിക്കുക. ഇതൊന്നും നല്ലതിനല്ല. പൊതു സമക്ഷത്ത് എന്തെല്ലാം പറയാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക. ഇത് നാസ്തികവാദം എന്നല്ല പറയുന്നത്. ഇതല്ല നാസ്തികവാദം, ഇത് രാജ്യദ്രോഹമാണ്. യുക്തിവാദത്തിൽ നിന്ന് തന്നെയാണ് സർവ്വവേദവും വളർന്നിട്ടുള്ളത്. പക്ഷേ വേദം വളർന്നു കഴിഞ്ഞാലും വേദനകളെ മാറ്റുമ്പോഴും യുക്തിവാദത്തെ തന്നെ കടിച്ചു നിൽക്കരുത്. ആ വേദത്തെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയണം. നമുക്കൊക്കെ എത്ര ആയുസ്സുണ്ട്, എത്ര അറിവിനെ ശേഖരിക്കാൻ പറ്റും നമുക്കൊക്കെ. നമ്മുടെ പൂർവികരെല്ലാം വിഡ്ഢികളായിരുന്നു. എല്ലാ രാജ്യത്തിലും ഈ സപ്തഭൂഖണ്ഡങ്ങളും എത്രയോ മഹാരഥന്മാരായിട്ടുള്ള ബുദ്ധിജീവികൾ ജീവിച്ചു മരിച്ച മണ്ണാണ്. ഇവരെല്ലാം ആക്ഷേപിക്കുക. ഇതെന്താണ് ഈ പ്രവണത? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ മാതൃകയാവണം നാടിന്.